ഞാനിപ്പോൾ എൻ്റെ ഫോണ് ഇതൊക്കെ നീങ്ങുന്നുണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാ മേലേക്കും താഴേക്കും ബാക്കും എല്ലാം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫോണ് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ പാനലൊന്ന് താത്തി ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നോക്കുക, ഒരു സംഭവം വർക്ക് ചെയ്യുന്നില്ല. മേലോട്ടോ താഴോട്ടോ ബാക്കോ സെൻറ്ററോ ഒന്നുമില്ല. ഇപ്പം ഞാൻ ഈ വോളിയം ബട്ടൺ ഒന്ന് 2 പ്രാവശ്യം ടച്ച് ചെയ്ത് അതിനുശേഷം നോക്കിക്കോ, എല്ലാം വർക്ക് ചെയ്ത്. ഇനി ഒന്നുകൂടി നോക്കട്ടെ, ഒന്നുകൂടി ബ്ലോക്ക് ചെയ്ത്. ഇപ്പോൾ ഒന്നും നീങ്ങുന്നില്ല. ഇവിടെ ഒരു ലോക്ക് ഐക്കൺ കാണുന്നുണ്ടോ? അതുമിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് അപ്പോൾ ഇതെല്ലാം നീങ്ങി. ഇതെന്താ സംഭവം? ഇതെങ്ങനെ ഉപകാരപ്പെടുക? നമ്മളിപ്പോൾ ഫോൺ എവിടെയും വെച്ച് പോകുന്നേരമൊക്കെ ഒരാൾ എടുക്കുന്നേരോ അല്ലെങ്കിൽ മറ്റൊരാളും നമ്മളെ ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കുകയുള്ള ഒരു അടിപൊളി ട്രിക്ക്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ടച്ച് ബ്ലോക്ക് എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. 3 MB ഒരു ആപ്ലിക്കേഷനാണ്. അത് എങ്ങനെ ഇത് സെറ്റ് ചെയ്യുക, അതാ രസം. ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഓപ്പൺ ചെയ്താൽ മേലെ തന്നെ എനേബിൾ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1-2 പെർമിഷൻ ചോദിക്കുക, അത് അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ സെറ്റിംഗ്സ് പോവുക. സെറ്റിംഗ്സ് പോയിട്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഡീഫാൾട്ടായിട്ട് എനേബിൾ ആയിരിക്കും. മേലത്തെ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അത് കൂടാണ്ട് കുറച്ച് താഴേക്ക് പോയാൽ ഇവിടെ നമുക്ക് വോളിയം പ്രസ് അൺബ്ലോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അത് എനേബിൾ ചെയ്താൽ നമുക്ക് ഈ വോളിയം ബട്ടൺ താഴേക്കോ മേലേക്കോ എവിടേക്കെങ്കിലും 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഇത് അൺബ്ലോക്ക് ആവും. അതായത് ബ്ലോക്ക് ചെയ്ത സ്ക്രീൻ നമുക്ക് അൺബ്ലോക്ക് ചെയ്യാം. ഇത്രയും ചെയ്താൽ മതി, വേറൊന്നും ഇതിൽ ചെയ്യാനില്ല. ഇനി നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ പാനലിൽ ടച്ച് ബ്ലോക്കർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്തെടുത്താൽ മതി. ഇത് ബ്ലോക്കായി. ഇനി നമുക്ക് ഇത് അൺലോക്ക് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ഒന്ന് സ്ക്രീനിൽ ഒരു ലോക്ക് ഐക്കൺ കാണാം, ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി, അൺബ്ലോക്ക് ആവും. അല്ലെങ്കിൽ ഈ വോളിയം ബട്ടൺ നമ്മൾ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്തെടുത്താൽ മതി. അതേത് ബട്ടൺ ആയാലും വോളിയം കീ. സംഭവം അടിപൊളിയല്ലേ? ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.